വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 1/6/2026 തിങ്കളാഴ്ച 23,379 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,229 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു 150 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ആണ് നിഫ്റ്റി നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഡേയ്സ് ഹൈ ആൻഡ് ഡേയ്സ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 328 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ്, മൂവിംഗ് റേഞ്ച് ആണ് ഇന്ന് ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം നിഫ്റ്റിയുടെ വീക്ക്ലി ക്ലോസിംഗ് ഡേ ആണ്. അത് വളരെ നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. അത്തരം ഒരു മൂവ് ആയിരുന്നു ഇന്ന് ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. 150 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയ നിഫ്റ്റി ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ വളരെ വേഗം അപ്വേർഡ് മൂവ് ചെയ്തു. അതായത് ഒരു 58 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ ലഭിച്ചത്. അത്തരം ട്രേഡ് എടുക്കാൻ കഴിയുന്നവർക്ക് വളരെ വേഗത്തിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയാൽ തീർച്ചയായും ഒരു ഫുൾ ബാക്ക് നൽകുന്നതാണ്. ആ ഫുൾ ബാക്ക് പ്രതീക്ഷിച്ച് നിന്നവർക്ക് അത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത്രയും ഉയരം രേഖപ്പെടുത്തി, അതായത് ഓപ്പൺ ചെയ്തെടുത്ത് തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ഒരു ചെറിയ തളർച്ച കാണുമ്പോൾ പുട്ട് ഓപ്ഷൻ എടുത്തവരുമുണ്ട്. എന്നാൽ പുതിയ ഡേയ്സ് ലോ ചെറിയ ടൈം ഫ്രെയിമിൽ തരാതെ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വളരെ ചെറിയ ഒരു സ്റ്റോപ്പ് ലോസ് ഡേയ്സ് ലോ കൊടുക്കാൻ കഴിയുന്നുണ്ട്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്, അത് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കിട്ടിയ ഡിക്ലൈനുകൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,261 എന്നത് താഴോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ അത് റെസിസ്റ്റൻസ് ആയി. എന്നാൽ മുകളിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പിന്നെ സപ്പോർട്ട് ആകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ആ തരത്തിൽ ആ സപ്പോർട്ടിലോട്ട് എത്തിയപ്പോഴെല്ലാം ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് വീണ്ടും ബയേഴ്സ് ആക്റ്റീവ് ആകുകയായിരുന്നു. ആ തരത്തിൽ കൃത്യമായി മൂവ് ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയവർക്ക് നല്ലൊരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ഈ ലെവലിൽ നിന്ന് ഒന്ന് ഡൗൺ വന്നതാണ്. ആദ്യത്തെ റെസിസ്റ്റൻസ് ഇത്രയും ദൂരമുണ്ട്, റെസിസ്റ്റൻസിലെത്തി ഒന്ന് ഡിക്ലൈൻ വന്നപ്പോൾ ഇവിടെ നിന്നും റിവേഴ്സ് ആകുന്നുണ്ടായിരുന്നു. കൃത്യമായും ട്രേഡ് എടുക്കാൻ കഴിയുന്നതായിരുന്നു. പ്രൈസ് ആക്ഷനും ചാർട്ട് അനലൈസേഷനും അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. അത്തരത്തിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തവർക്ക് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്. എന്നാൽ വളരെ ഫാസ്റ്റായി പ്രൈസ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,374 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തു. അത് ഇന്നലെ പ്രധാന സപ്പോർട്ടായി ലഭിച്ചേക്കാം. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ നൽകുകയാണെങ്കിൽ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരുന്ന ലെവലാണ്. എന്നാൽ ഇവിടെ അത് റെസിസ്റ്റൻസ് ആയി മാറി. അവിടെ നിന്നും സെല്ലിംഗ് ആരംഭിച്ചു. തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഈ പ്രൈസ് ഡിക്ലൈൻ ആകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ വരെയാണ് പിന്നെയും വരേണ്ടത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഡേയ്സ് ലോ പിന്നീടുള്ള മൂവിന് പോയേനെ. എന്നാൽ ആ ലെവൽ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും അപ്വേർഡ് മൂവ് തരികയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ സെല്ലിംഗ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ലഭിച്ചത് കൊണ്ട് തന്നെ വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് മൂവ് ചെയ്യാം, ഈ ലെവൽ ബ്രേക്ക് ചെയ്തേക്കും എന്ന് കരുതി പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്തവർക്ക് കൃത്യമായും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് അംഗീകരിച്ചുകൊണ്ട് വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ഡേ ട്രെൻഡ് കാര്യം നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും ബൈയിങ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതിയെങ്കിൽ, അതായത് ഇവിടെ ആയിരുന്നു 0 ചെയ്യേണ്ട യഥാർത്ഥ സന്ദർഭം. ചെറിയ പ്രൈസിന് നമ്മൾക്ക് ഓപ്ഷൻസ് കിട്ടുമായിരുന്നു. അത് 0 ആകട്ടെ എന്ന് കരുതി ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ച ഏതൊരാൾക്കും വളരെ വലിയ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻപ് റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിരുന്ന ലെവൽ വളരെ കൂളായി ബ്രേക്ക് ചെയ്ത് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും കിട്ടിയ ഡിക്ലൈൻ എല്ലാം പിന്നീട് ചെറിയ ടൈം ഫ്രെയിമിൽ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് വീണ്ടും ഓപ്ഷൻ മാറി ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. അതായത് നമ്മൾ ചെറിയ പ്രൈസ് ഉള്ള വിലയുള്ള OTM ഓപ്ഷൻസ് എടുത്ത് ഇത്തരത്തിലുള്ള 0 ചെയ്യുമ്പോൾ ഓരോ ലെവൽ മുകളിലോട്ട് ചെന്ന് ക്ലോസ് ആകുമ്പോഴും വീണ്ടും അതേ ഡയറക്ഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ചെറിയ പ്രൈസിലുള്ള നെക്സ്റ്റ് ലെവൽ ചെല്ലാവുന്ന OTM, ആ OTM ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് പ്രൈസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട്
ഡിക്ലൈൻ ആകുന്നോ, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റിവേഴ്സ് വരുന്നോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു. ആ തരത്തിൽ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ പിന്നെയും നല്ല ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. ഓരോ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകളും റെസിസ്റ്റൻസ് ലെവലുകളും പിന്നീട് സപ്പോർട്ട് ആകുന്നതും, എന്നാൽ ഈ ലെവലിൽ നിന്ന് ഒന്ന് പ്രൈസ് വീണ്ടും റിവേഴ്സ് വന്നിട്ട് അപ്പോഴും പോകാൻ കഴിയാതെ കൃത്യമായും പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡേ സൈസ് സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത് അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക്, എന്നാൽ ഈ ഏരിയയിൽ നിന്ന് വീണ്ടും പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്ത് പതിയെ അപ്പോഴും പോവുകയാണ് ചെയ്തത്. എന്നാൽ പുതിയ ഉയരം രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ലെവല്. ഈ ലെവലിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇത്തരത്തിൽ കൃത്യമായും ശ്രദ്ധാപൂർവം മാർക്കറ്റിനെ കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്ന, ചാർട്ട് അനലൈസേഷൻ അറിയാവുന്ന അഥവാ പ്രൈസ് ആക്ഷൻ അറിയാവുന്ന ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിനകത്ത് സന്ദേഹത്തിന്റെ ആവശ്യമില്ല. ഇത് കൃത്യമായും ട്രേഡ് ചെയ്തവരുണ്ട്, അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധ്യമാകുമായിരുന്നു എന്നതിന് എനിക്ക് നൽകാൻ കഴിയുന്ന ഒരു വിശദീകരണം. നിഫ്റ്റി പോലെ തന്നെ മറ്റ് ഇൻഡെക്സുകളും ഇന്ന് നൽകിയിട്ടുള്ള പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്കുള്ള എന്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് വിശദമാക്കാം. 74,708 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 74,573 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 74,995 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രസക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 74,995 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് 74,453 എന്ന മൈനർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ വ്യക്തമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. 53,778 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 53,652 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 54,132 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തുടരാനുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 54,132 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 53,585 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ.
പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴേക്ക് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. 23,509 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 23,465 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 23,601 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 23,601 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 23,422 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴേക്ക് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ വ്യക്തമായി എല്ലാവർക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് അവസ്ഥയിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങളുടെ പരിശോധനയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാനും ലെവലുകളും ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പതിവ് പോലെ പബ്ലിക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയോടെ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.